യാത്രകൾ നമ്മുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു? ആത്മവിശ്വാസം വളർത്താനും ജീവിതത്തിലെ പല പ്രതിസന്ധികളെ അതിജീവിക്കാനും യാത്രകൾക്ക് സാധിക്കും. എനിക്ക് എന്താ വെച്ചാല് ബൈക്കിനോട് ഞാൻ ബൈക്ക് ഓട്ടാൻ പഠിച്ചൊരു 11ാം വയസ്സിലാണ്. അപ്പൊ എൻ്റെ അടുത്ത് പഴയ TVS ഉണ്ടായിരുന്നു. അപ്പൊ അതെന്റെ വാപ്പ എന്നെ പഠിപ്പിച്ച് അതിനുശേഷം ബൈക്കിനോട് ഒരു ക്രേസ് ഉണ്ടായിരുന്നു. ഓട്ടാനോ അങ്ങനെയൊക്കെ ചെയ്യാനും നമുക്കൊരു നല്ലൊരു സുഖം കിട്ടായിരുന്നു. പിന്നെ ടൂറിങ് എന്ന് വെച്ചാല് ഞാന് ഒരു 5 വർഷം മുമ്പ് ഞാൻ ഒരു ക്ലാസ്സിക് എടുത്തിരുന്നു. അപ്പൊ ജസ്റ്റ് എന്റെ ഫ്രണ്ടിനെ കൂട്ടി വെറുതെ ഇങ്ങനെ മെഡിക്കൽ ആസിഡ് ഇങ്ങനെ പോയതാണ്. അപ്പൊ അതിനുശേഷം ഉണ്ടായ ഒരു ഇതാണ് ടൂർ ചെയ്യണമെന്ന്. പിന്നെ എന്റെ കസിനും ആയ മുക്താർ ഭായി ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് എനിക്ക് കശ്മീർ പോകാനുള്ള ഒരു മോട്ടിവേഷൻ എനിക്ക് തന്നത്. സൈഫ് എന്റെ അടുത്ത് ഈ യാത്രയെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവന്റെ ഒരു 4-5 വർഷത്തെ മുമ്പത്തെ പ്ലാനിങ് ആണ്. എപ്പോഴും എനിക്ക് മെസ്സേജ് അയക്കും, മെസ്സേജ് അയച്ചിട്ട് പറയും നമുക്ക് പോവാം. ചില സാങ്കേതിക കാരണത്താൽ എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ല. പക്ഷേ പുള്ളി മാഷാ അല്ലാഹ് നമ്മളെ നാട്ടിൽ നിന്ന് തന്നെ, അഥവാ കാസർഗോഡ് ഉപ്പള ഭാഗത്ത് തന്നെ ആദ്യമായിട്ട് പോയ ആളായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് പിന്നെ അറിയില്ല. അങ്ങനെ ഒരു 4 വർഷം മുമ്പ് ഞാൻ ഒരു ക്ലാസിക് 350 എടുത്ത്. അപ്പൊ അതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ടൂറിങ് ചെയ്യാൻ തീരുമാനിച്ചു. ജസ്റ്റ് ഒന്ന് മെഡിക്കറി അങ്ങനെ കുറെ കാസിഡൊക്കെ പോയി. ഊട്ടി ഒരു പ്രാവശ്യം പോയി. അപ്പൊ അങ്ങനെ പോകുമ്പോ അത് ചെയ്തതിനു ശേഷം ഞാൻ വീട്ടിലൊക്കെ എത്തുമ്പോ അന്ന് രാത്രി എന്റെ മുത്തറബായി കണ്ട് മുത്തറബായി എന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്ത്. മുത്തറബായി ചെറിയ ചെറിയ ടൂറിംഗ് ഒക്കെ ചെയ്ത ആളാണ്. ഇങ്ങനെ ലോങ്ങൊക്കെ പോകണേല് കശ്മീർ ആസിഡൊക്കെ കവർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് തന്നെ അന്ന് തൊട്ട് മനസ്സിൽ കയറിയ ഒരു ആഗ്രഹമാണ്. പിന്നെ ആ ക്ലാസ്സിൽ ഭയങ്കര ഡിസ്കംഫർട്ട് ആയിരുന്നു. അതുകൊണ്ട് അടുത്ത വർഷം ഞാൻ അത് സെയിൽ ചെയ്ത് എന്റെ പുതിയ മീറ്റർ 350 ഞാൻ എടുത്തു. ഇതിൽ ഞാൻ പിന്നെ വീണ്ടും മെഡിക്കേരി, അതുപോലെ തന്നെ ഊട്ടി, കൊടൈക്കനാൽ, ബാംഗ്ലൂർ അങ്ങനെ ഒരുപാട് ടൂറിങ് ചെയ്ത് എനിക്ക് അത്ര നല്ല കംഫർട്ട് കിട്ടി. അതിനുശേഷം ഞാൻ ഈ പ്ലാൻ ഒന്ന് എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കി. പക്ഷെ അത് എനിക്ക് പെട്ടെന്ന് സാധിച്ചില്ല. എന്തായാലും ഞാൻ ഒറ്റക്ക് പോകുന്ന ഒരു തീരുമാനം ഒന്നും ഉണ്ടായില്ല. ഞാൻ ആരെങ്കിലും ഒന്ന് കൂട്ടി പോകണമെന്ന് കരുതി. അപ്പൊ എന്റെ നമുക്ക് എല്ലായിടത്തും നമുക്ക് ചോദിക്കാൻ പറ്റുന്നില്ലല്ലോ ഈ കാര്യം. വരും നമുക്ക് അറിയുന്നില്ല. ഞാൻ ഏകദേശം 10 ആളെടുത്ത് ചോദിച്ചു എന്റെ കൂടെ അങ്ങനെ വരുന്നുണ്ടെന്ന്. അപ്പൊ അതിലൊരു 3 ആൾ സമ്മതിച്ച്. പിന്നെ ഞാൻ ഷിപ്പിലാണ്. അപ്പൊ അവിടുന്ന് എല്ലാം ഉറപ്പിച്ച് 2 വർഷം മുമ്പ് ഞാൻ വന്ന് ലാസ്റ്റ് നാട്ടിലൊക്കെ എത്തുമ്പോൾ ലാസ്റ്റ് അവൻ സ്കിപ്പ് അടിച്ചു. അവർക്ക് അവരുടേതായിട്ടുള്ള ഡ്യൂട്ടിയും കാര്യങ്ങളുണ്ട്. ഞാനെ കുറ്റപ്പെടുത്തുന്നില്ല. പിന്നെ ഇത്തവണ ഞാൻ വരുമ്പോ ഒരുത്തം പറഞ്ഞു എന്റെ അടുത്ത് എന്റെ കൂടെ വരാന്നൊക്കെ എല്ലാം പറഞ്ഞ് സമ്മതിച്ച് ലാസ്റ്റ് മൊമെന്റിൽ സ്കിപ്പ് അടിച്ചു. പിന്നെ എനിക്കൊരു വാശി വന്നു. എന്തായാലും ഒറ്റക്ക് കാരണം ഏകദേശം 3-4 വർഷം ഇത് പ്ലാൻ ചെയ്യുന്നു, നടക്കുന്നില്ല. അപ്പൊ ആ ഒരു ഇതിലാണ് ഞാൻ വിട്ടത്. ഒറ്റക്ക് അത് നമുക്ക് എന്തെങ്കിലും നേടണമെങ്കിൽ നമ്മൾ തന്നെ പുറപ്പെടണം. അപ്പൊ എല്ലാവരും കാത്ത നമ്മൾ ആഗ്രഹം ഒരിക്കലും തീരൂല. അപ്പൊ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ അവിടെ വരെ പോയിട്ട് വരണോ, തനിച്ച് എന്റെ ബൈക്ക് എടുത്ത് നമ്മളെ നാട്ടിൽ നിന്ന് തന്നെ അവിടെ പോയിട്ട് പിന്നെ തിരിച്ചു വരണോ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ചെറിയ ആഗ്രഹമാണ്. അപ്പൊ അതിനിപ്പോ ആരെ കിട്ടാതാവുമ്പോ പിന്നെ ലാസ്റ്റ് ഞാൻ തന്നെ ഇറങ്ങി അങ്ങനെ സാധിച്ചു. അത്രേ ഉള്ളൂ. പിന്നെ എനിക്കുണ്ടായ ഒരു ബാഡ് എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ഞാൻ പൂനെന്ന് മുംബൈയിലേക്ക് പോകുന്ന വഴി ഏകദേശം രാത്രി 7 മണിക്കാണ് ഞാൻ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തത്. സീറ്റ് വർക്കിന്റെ ഒരു പണി ഉണ്ടായിരുന്നു. അപ്പൊ അത് ചെയ്ത് ഞാൻ മുംബൈയിലേക്ക് പോകുന്ന ലോണവാല ഘാട്ട് കഴിഞ്ഞ് ഒരു 8 മണി ആയിരിക്കണം. ഒരു കാറ് വന്ന് എന്റെ അഡ്ഡം വെച്ച് എന്നെ ലൂട്ടാക്കാൻ ശ്രമിച്ച് എന്റെ ഹെൽമെറ്റിലേക്ക് വന്ന് ഇടിച്ച് എന്റെ ബൈക്കിലേക്ക് തല്ലി. പിന്നെ ഞാനും അങ്ങോട്ട് തല്ലി. അങ്ങനെ വെള്ളം ഉണ്ടാക്കി. ആരും നിർത്തൂല, ഒരാളെ ഹെൽപ്പ് ചെയ്തില്ല. പിന്നെ എന്റെ വേളം പിന്നെ എന്റെ ആ ഒരു അഗ്രഷൻ ഒക്കെ കണ്ട് ഞാൻ തല്ലിയതുകൊണ്ട് അവർ ഓടി. അപ്പോ ഇതിനുള്ള ബാഡ് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു.
പിന്നെ ഒരു സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഗുജറാത്തിൽ പോകുമ്പോൾ അവിടുത്തെ കൈറ്റൊക്കെ പറക്കുന്ന ഒരു നാടല്ലോ. അപ്പൊ ഓൾറെഡി ആ സീസൺ കഴിഞ്ഞതാണ്. അപ്പോ അല്ലെങ്കിൽ ബൈക്കിന്റെ മുകളിൽ ഇങ്ങനെ ഒരു സ്റ്റീലിന്റെ ഒന്ന് റോഡ് ഇങ്ങനെ ബെൻഡ് ചെയ്ത് ഫിറ്റ് ചെയ്യും. പക്ഷെ എന്റെ ആരും ഫിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല, അവിടെ പോലീസ് ഒന്നും പറഞ്ഞിട്ടില്ല, ഒന്നുമില്ല. സീസൺ കഴിഞ്ഞ അപ്പൊ എനിക്കൊരു വേറെ എക്സ്പീരിയൻസ് വെച്ചാൽ ഞാൻ ബ്രിഡ്ജ് ക്രോസ് ചെയ്യുമ്പോൾ ആ കൈറ്റിന്റെ ഇതൊന്നും എന്റെ ഇവിടെ കടിച്ച് ഞാൻ ഗോഗിൾസ് വെച്ചിരുന്നു, അതുകൊണ്ട് എന്റെ കണ്ണ് പോയില്ല. ഇതൊക്കെ കട്ട് ചെയ്താണ് ഇത് പോയത്. അപ്പൊ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നമ്മൾ മാക്സിമം സേഫ്റ്റി എടുക്കുക. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം. പിന്നെ ഫസ്റ്റ് എയ്ഡ് കിട്ട് കരുതുക. സ്ലോ ഓടിക്കുക. രാത്രിയൊക്കെ വല്ലാണ്ട് സ്ലോ ഓടിച്ച് നമ്മളെ സേഫ് സോണിൽ നമ്മൾ വെക്കാം. ഏകദേശം യാത്രയൊക്കെ ഞാനൊരു 2 weeks ബിഫോർ ഞാൻ പ്രിപ്പറേഷൻ തുടങ്ങി. ബൈക്കിന്റെ ഒരുപാട് മോഡിഫിക്കേഷൻസും ലഗേജ് കാരിയറിനുള്ള സെറ്റപ്സും അതൊക്കെ ചെയ്ത്, പിന്നെ വേണ്ട ആക്സസറീസ് ഒക്കെ മേടിച്ച്, റൈഡിങ് ജാക്കറ്റ്സ്, ഗ്ലൗസ്, നമ്മളെ സേഫ്റ്റിയാണ് ഏറ്റവും പ്രയോറിറ്റി. നമുക്കെന്ത് പറ്റിയിട്ട് കാര്യമില്ലല്ലോ, നമ്മളെ കാര്യമില്ല അവിടെ സ്ഥലത്തൊക്കെ നമ്മളെ രക്ഷിക്കും. ഈ ഹെൽമെറ്റും അതുപോലെ തന്നെ ഗ്ലൗസും റൈഡിങ് ജാക്കറ്റും ബൂട്ട്സും ഇതൊക്കെ നമ്മൾ കരുതുക. അപ്പോൾ ഇതൊക്കെ പ്രിപ്പയർ ചെയ്ത് ബൈക്കിനൊക്കെ റെഡി ചെയ്ത് പാക്കിംഗ് ഒക്കെ ചെയ്ത് ഞാൻ പുറപ്പെട്ടു. രാവിലെ ഏകദേശം ഞാൻ 7 മണിയായി ഞാൻ ഇവിടുന്ന് വിടുമ്പോൾ. എനിക്ക് ഏകദേശം 32 days പിടിച്ചത്, 32 ദിവസം പിടിച്ച് ഈ റൈഡ് കംപ്ലീറ്റ് ചെയ്യാൻ. അതിൽ ഏകദേശം ഒരു 11,000ഓളം കിലോമീറ്റർ ഞാൻ ഓടിച്ചിട്ടുണ്ട് അപ്പ് ആൻഡ് ഡൗൺ ആയി. ഇനി റോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പലയിടത്തും നല്ല റോഡ്സ് ആണ് എനിക്ക് കിട്ടിയത്. പക്ഷെ MP-യിലൊക്കെ ഫുള്ള് റോഡൊക്കെ തകർന്നിടുന്ന ആ റോഡാണ് എനിക്ക് കിട്ടിയത്. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ കാശ്മീരിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഈ ക്ലൈമറ്റിക് ചേഞ്ചസ് ഉണ്ടല്ലോ, നമ്മൾ എത്ര വിന്റർ പ്രിക്കോഷൻസ് എടുത്താലും നമ്മൾ ഈ ബൈക്ക് ഓട്ടുമ്പോൾ ആ കാറ്റൊക്കെ അടിച്ച് കൈയൊക്കെ ഭയങ്കര മരവിക്കും. എത്ര പ്രിപ്പറേഷൻ എടുത്താലും അത് പറ്റും. അങ്ങനെയൊക്കെ ചില ചാലഞ്ചസ് എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, എസ്പെഷ്യലി നമ്മളെ കേരള മലയാളീസ്. കാശ്മീരിലൊക്കെ പോകുമ്പോൾ ബൈക്ക് അതിപ്പോ സ്നോ പോയിന്റിലൊക്കെ നമുക്ക് എല്ലായിടത്തും കൊണ്ടുപോകാൻ പറ്റില്ല. സ്നോ പ്രഡിക്ഷൻ ഉണ്ടെങ്കിൽ അവിടെ ബൈക്ക് കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് പോലീസ് പറയുമ്പോൾ ഞാൻ തിരിച്ചു പോകുമ്പോൾ എന്നെ മലയാളീസ് നമ്മളെ കാസർഗോഡ് പയ്യന്നൂർക്കാർ എന്നെ വിളിച്ച് കാറിലിരുത്തി അവരാണ് എന്നെ ഗുൽമർഗിലേക്ക് കൊണ്ടുപോയി. അവരുടെ കൂടെ തിരിച്ച് ബൈക്ക് പോയിന്റിലേക്ക് വന്നു. അങ്ങനെ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ളൊരു യാത്ര നമ്മൾ പുറപ്പെടുമ്പോൾ നമ്മൾ ചില പ്രിക്കോഷൻസ് എടുക്കാറുണ്ട്, സേഫ്റ്റി പ്രിക്കോഷൻ. ഒന്നും നമ്മൾ ഫസ്റ്റ് എയ്ഡ് കിട്ടി കരുതുക. പിന്നെ ബേസിക് മെഡിസിൻസ് ഒക്കെ കരുതാം. നമുക്ക് അറിയില്ലല്ലോ നമ്മളെ വഴിയിൽ എന്ത് സംഭവിക്കും. നമുക്ക് എല്ലായിടത്തും ഫുഡ് പിടിക്കണമെന്നില്ല. അപ്പൊ അതിന് പിന്നെ പനി, അതുപോലെ തന്നെ നമ്മൾ ബേസിക് മെഡിസിൻസ് ഒക്കെ കരുതാം. പിന്നെ നമ്മള് സേഫ്റ്റി ഗിയർസ്, അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളെ ഹെൽമെറ്റും ഗ്ലൗസും കാര്യങ്ങളൊക്കെ എങ്ങാനും വീണാൽ നമ്മളിവിടെ പ്രൊട്ടക്ഷൻ ഉണ്ട്, ലെവൽ 2 പ്രൊട്ടക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ ഒന്നും സംഭവിക്കില്ല. അതൊക്കെ ഇത്തിരി കാശ് ചെലവുള്ള കാര്യമാണ്, പക്ഷെ നമ്മളെ സേഫ്റ്റിയാണ് ഫസ്റ്റ്. അത്തരമുള്ള കാര്യം കരുതുക. പിന്നെ ബൈക്കിനെ പ്രോപ്പറായി സർവീസ് ഒക്കെ ചെയ്ത് ടയറൊക്കെ മാറ്റുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് തന്നെ മാറ്റിക്കൊണ്ട് എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് ഡോക്യുമെന്റ്സ് ഒക്കെ ഒറിജിനൽ കയ്യിൽ കരുതുക. അതുകൊണ്ട് പോലീസ് അവിടെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് പ്രശ്നം വരും. ഇത്തരത്തിലുള്ള കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. പിന്നെ പലവരും ചോദിക്കുന്നു എന്തുകൊണ്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് പോയി. ഞാൻ ആദ്യം പറഞ്ഞു എനിക്കാരെ കിട്ടിയില്ല. പിന്നെ എനിക്കൊരു ചലഞ്ചിങ് ആയിട്ട് ഞാൻ ഏറ്റെടുത്തു. എന്നോട് തന്നെ ഒരു ചലഞ്ചാണ്, എനിക്കത് പറ്റും. അങ്ങനെ നമ്മൾ കംഫോർട്ട് സോണിൽ എപ്പോഴും ഇരുന്നാൽ നമ്മളൊന്നും നേടൂല. നമ്മൾ കംഫോർട്ട് സോണിൽ നിന്ന് പുറത്തു പോയി എന്തെങ്കിലും ചലഞ്ചും ഫേസ് ചെയ്ത് അതിന് നമ്മൾ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാലേ നമുക്ക് എന്തെങ്കിലും ഒരു നേട്ടം നേടാൻ പറ്റൂ. അപ്പോ നമ്മൾ പലതും അതിൽ പഠിക്കാനുണ്ട്. യാത്രയിൽ നമ്മൾ പല നാട്ടിൽ പല കൾച്ചറും പല ആൾക്കാരും എല്ലാം കണ്ടുകൊണ്ട് നമ്മളെ ജീവിതം എന്താണെന്ന്, അവരുടെ ജീവിതം എന്ത്, നമ്മൾ എത്രത്തോളം അതിൽ നമ്മൾ കേരളക്കാരായതിൽ നമ്മൾ അഭിമാനപ്പെടാം. കാരണം എന്താ വെച്ചാല് എത്രയോ ആൾക്കാർ എങ്ങനെയൊക്കെ ജീവിക്കുന്നവരുണ്ട്. അതൊക്കെ കാണുമ്പോൾ ഞാൻ അഭിമാനം കൊണ്ട് ഞാൻ ഒരു കേരളത്തിൽ നിന്നാണ് വരുന്നത് എന്ന് പറഞ്ഞ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി യാത്രയിലൂടെ. പല തരത്തിലുള്ള ആൾക്കാരുണ്ട്. നമ്മളെ എത്രയും ചീറ്റ് ചെയ്യാൻ എത്രയോ പേര് നമ്മൾ ശ്രമിക്കും. അപ്പൊ അതിനൊന്നും വിട്ടുകൊടുക്കാണ്ട് നമ്മളെ തല ഉപയോഗിച്ചുകൊണ്ട് ഒക്കെ നമ്മൾ പോവാ. അതുകൊണ്ട് ഒരുപാട് വലിയൊരു പാടാണ്. നിങ്ങൾ ചെയ്തു നോക്കിയാൽ നിങ്ങൾ തന്നെ വലിയൊരു മാറ്റം കൊണ്ടുവരും. നിങ്ങൾക്കത് വലിയൊരു മാറ്റം കൊണ്ടുവരും നിങ്ങൾ ചെയ്തു നോക്കിയാൽ. അതുപോലെ തന്നെ മുത്താർ ഭായിനെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന വലിയൊരു തെറ്റായിരിക്കും അത്. കാരണം എൻ്റെ ഏറ്റവും വലിയ മോട്ടിവേഷൻ അതാണ്. എന്നെ ഈ യാത്രയ്ക്ക് മോട്ടിവേറ്റ് ചെയ്തതും യാത്ര ചെയ്യാനുള്ള ഏറ്റവും വലിയ കരുത്ത് നൽകിയത് എൻ്റെ മുത്താർ ഭായിയാണ്. എന്നും എന്നും എനിക്ക് വിളിക്കും, എല്ലാ ഡെസ്റ്റിനേഷൻ എത്തിയാലും വിളിക്കും. എന്ത് പറ്റി, ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു, എങ്ങനെ എല്ലാം അന്വേഷിച്ച് ചോദിക്കും. എന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്ത ഒരാളാണ്. അതുപോലെ തന്നെ എൻ്റെ പേരൻസ്, എൻ്റെ വാപ്പ, എൻ്റെ ഉമ്മ എല്ലാവരും നല്ല കട്ടക്ക് സപ്പോർട്ട് ചെയ്യുന്നവരാണ്. ആരും എന്നെ പിന്തിരിച്ചിട്ടില്ല. എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർക്കൊരു ഭയം ഉണ്ടാവും, ഒറ്റക്ക് പോയാൽ എന്ത് പറ്റുമെന്ന്. അതൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ടും അവർ എന്നെ നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്തു. അപ്പൊ അതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ യാത്ര സംബന്ധിച്ചോളം ഞാൻ എവിടെ ടെന്റ് അടിക്കാനൊന്നും പോയിട്ടില്ല. ഞാൻ എല്ലാ ദിവസവും ഹോട്ടൽസ് ആണ് എടുത്തത്. പിന്നെ മാപ്സ് കാര്യങ്ങൾ ഞാൻ ഏകദേശം 1 വർഷമായി ഞാൻ ഷിപ്പിലാണ്. അപ്പൊ അവിടെ ഇരുന്ന് ഇങ്ങനെ മാപ്സ് ഒക്കെ നോക്കി എന്റെ മൈൻഡിൽ തന്നെ മാപ്പ് ഉണ്ടായിപ്പോയി. അപ്പോ എവിടെ പോകണം, എത്ര കിലോമീറ്റർ കവർ ചെയ്യണം എന്നൊക്കെ എന്റെ മൈൻഡിൽ തന്നെ ഉണ്ടായിരുന്നു, എങ്ങനെ പോകണം എന്നൊക്കെ. അപ്പൊ അതിനെ ഞാൻ ഫോളോ ചെയ്ത് ഗൂഗിൾ മാപ്പ് ഒക്കെ ഇട്ട് ഇങ്ങനെ പോയതാണ്. അതാണ് എന്റെ
യാത്രയുടെ ഒരു രീതി ഷെഡ്യൂളൊക്കെ. പിന്നെ ഞാന് നാട്ടിലൊക്കെ എത്തുമ്പോ, ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലൊക്കെ വരുമ്പോ ഞാൻ പോലും വിചാരിക്കാത്ത സ്വീകരണമാണ് ഇവർ എനിക്ക് നൽകിയത്. എന്റെ കസിൻസും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ശ്രീ ഉമ്പായി, നമ്മളെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉമ്പായി ഒക്കെ വന്ന് നമ്മളെ സ്വീകരിച്ചത് വളരെയേറെ സന്തോഷമുണ്ട് എനിക്ക്. ഭയങ്കര സന്തോഷമുണ്ട്.